അപ്പോൾ ശരിക്കും ഈ മാസ്റ്ററേഷൻ എന്ന് പറയുന്നത് ഭയങ്കര മാജിക്കാണ് സംഭവിക്കുന്നത്. അത് തീർത്തും റിയൽ ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ സംശയിക്കുക ചെയ്യരുത്. ചിലപ്പോൾ മാജിക് തന്നെ സംഭവിക്കാൻ. അങ്ങനെ ഒരു മാജിക് സംഭവിച്ചാണ് ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത് ഇബ്രാഹിം അൽ ഖുറൈഷിയുടെ ഇബ്രാഖ് വിന്റേജ് ടൊബാക്കോ എക്സ്ട്രാ ഡേ പെർഫ്യൂം. ഇത് വാങ്ങി വെച്ചിട്ട് ഏകദേശം 3-4 മാസം ആവും. അന്നൊരു വേനൽ സമയത്താണ് എൻ്റെ കയ്യിൽ ഈ സാധനം കിട്ടിയത്. അടിച്ചിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മണം, അത് ഭയങ്കര സിന്തറ്റിക് ആയിട്ട് തോന്നി, ഹാർഷായിട്ട് തോന്നി. അപ്പോൾ പൈസ പോയി എന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ വന്ന പെട്ടിക്കകത്ത് തന്നെ മാറ്റി വെച്ചു. പിന്നെ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തത് മാറ്റി വെച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം പാർഷ്യലായിട്ട് ഓർഡർ ചെയ്ത കുറച്ച് പെർഫ്യൂംസ് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സ് ഇല്ല, ഉള്ള ബോക്സൊക്കെ കൊടുത്തു തീർത്തു. അങ്ങനെ കട്ടിലിനടിയിൽ കുറച്ച് ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തപ്പോഴാണ് ഒരു ഭാരം തോന്നിയത്. നോക്കി ഈ സാധനം ഇരിപ്പുണ്ട്. എനിക്ക് കാര്യമേ മറന്നു. ഇത്രയും വില കൊടുത്ത സാധനം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല. ഇത്രയും എനിക്ക് തോന്നുന്നു 7,000-7,500 അടുപ്പിച്ചായിട്ടുണ്ട്. ഇപ്പം ഗൾഫിലാണെങ്കിൽ റേറ്റ് കുറവാണ്. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയത് 700-700 അടുപ്പിച്ചായി. ഈ ഒരു കാര്യം എനിക്ക് മറന്നുപോയി. ഞാനെടുത്ത് അടിച്ചപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ മണവും പിന്നെ കിട്ടിയ മണവും ഭയങ്കര വ്യത്യാസം. അപ്പോൾ ശരിക്കും ഈ മാസ്റ്ററേഷൻ എന്ന് പറയുന്നത് ഭയങ്കര മാജിക്കാണ് സംഭവിക്കുന്നത്. അത് തീർത്തും റിയൽ ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ സംശയിക്കുക ചെയ്യരുത്. ചിലപ്പോൾ മാജിക് തന്നെ സംഭവിക്കാൻ. അങ്ങനെ ഒരു മാജിക് സംഭവിച്ചാണ് ഈ പെർഫ്യൂം. ഇന്നലെ മൂക്ക് അല്പം തുറന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഇതൊന്ന് അടിച്ചു നോക്കാം. അങ്ങനെ ഒരു 4 സ്പ്രേ അടിച്ചു. എനിക്ക് എൻ്റെ മണവും മറന്നു, എല്ലാം മറന്നുപോയി. ഒരു 4 സ്പ്രേ അടിച്ചിട്ട് ബാക്കി എനിക്ക് കുറച്ച് പെർഫ്യൂംസ് ഡീക്കൻ്റ് ആക്കാനുണ്ടായിരുന്നു. ഞാൻ മുറിയിലിരുന്ന് താഴെ ഇരുന്ന് ഡീക്കൻ്റ് ആക്കുകയാണ്. ആ സമയത്ത് കൊറിയർ വന്നു, DTDC. അപ്പോൾ ഇവനറിയാം, ഇപ്പം മിക്കവാറും വരുന്ന സമയത്ത് ഞാൻ ഡീക്കൻ്റ് ചെയ്യായിരിക്കും, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും സാമ്പിളൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ താഴോട്ട് ചെന്നപ്പോൾ പറഞ്ഞു, ചേട്ടാ ഇത് ഭയങ്കര മണമാണല്ലോ, ഭയങ്കര മണം. ചേട്ടാ ഗേറ്റ് തുറന്നപ്പോൾ തന്നെ മണം. ഞാൻ അടിച്ചത് പോലുമില്ല, ഞാൻ ദേഹത്ത് ഡീക്കൻ്റ് ആക്കുക. എന്താ അറിയില്ല, ഭയങ്കര മണം. അത് ഞാൻ ഈ സ്പ്രേ അടിച്ചിട്ട് 3 മണിക്കൂർ ശേഷമാണ് ഈ പുള്ളി വരുന്നത്. ഭയങ്കര മണം. അങ്ങനെ ഞാൻ ആ സാധനം കളക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ കൊള്ളാമല്ലോ, അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ടാക്കോ. അങ്ങനെ ഞാൻ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഒരു 5:30-5:45 കാണും, ബ്ലൂ ഡാർട്ടിൻ്റെ കൊറിയർ. അത് ഇതുപോലെ വൈകി വന്നു, മഴ കാരണം. അവനും പറഞ്ഞു, ഇത് ഭയങ്കര ഭീകരനാണല്ലോ, കൊടൂര മണം. അവർ കൊള്ളാം, നല്ല സാധനം, ഒരു പ്രത്യേക ഒരു മണം. മണം എന്തെന്ന് പറയാൻ അറിയില്ല, പക്ഷേ ഭയങ്കര ഒരു യുണീക്ക് സ്മെല്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്ക് യു. ഒരു ദിവസം 2 കോംപ്ലിമെന്റ്. അത് സത്യം പറഞ്ഞ ഈ ഒരു പെർഫ്യൂമിന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യമേ മാറുന്നത്. നമുക്ക് റാൻഡമായിട്ടാണ് ഇങ്ങനെയുള്ള കോംപ്ലിമെന്റ് കിട്ടുന്നത്. ഭയങ്കര സന്തോഷമായിരിക്കും ഇന്നലത്തെ ദിവസം. അപ്പം ഇന്ന് ഞാൻ വേറൊരു പെർഫ്യൂം റിവ്യൂ ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നലെ കിട്ടിയ ഒരു കോംപ്ലിമെന്റിന്റെ കാര്യം കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കോംപ്ലിമെന്റ് കിട്ടത്തൊന്നുമില്ല. കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞത് മാത്രം. ഇനി പെർഫ്യൂം ടൊബാക്കോ കളക്ഷൻ, അവരുടെ ടൊബാക്കോ സീരീസ് നിങ്ങൾക്ക് അറിയാം. പക്ഷെ അതിൽ ഇത്തിരി കിട്ടാൻ പ്രയാസമുള്ള, അല്ലെങ്കിൽ അധികം ആൾക്കാർ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരെണ്ണമാണ് വിന്റേജ് ടൊബാക്കോ. ഈ അൺബോക്സ് ചെയ്യാം. പെട്ടി നല്ല പെട്ടിയാണ്. ഒരു സിഗാർ, ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടം സിഗാർ വെച്ചിരിക്കുന്ന ഒരു പെട്ടി പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ടോട്ടൽ 110 ml ഉണ്ട്. കാർഡ് ഇതൊക്കെ അറബിയിൽ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറി ഇവിടെ ഇബ്രാക്ക് കൊടുത്തിട്ടുണ്ട്. കുറേ ബാരൽസ് കൊടുത്തിട്ടുണ്ട്. ഒരു പഴകിയ ഒരു ഫാക്ടറി, റസ്റ്റഡ്, ദ്രവിച്ച് തുരുമ്പ് പിടിച്ച പോലത്തെ ഒരു ഫാക്ടറി. അവിടെ നിന്നും പുറത്തിറങ്ങിയ കുറച്ച് പോട്ടൻ്റ് ആയിട്ട്, കുറച്ച് സീരിയസ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. അതായിരിക്കണം ഇതിൻ്റെ ഒരു തീം. ബോട്ടിൽ നല്ല രസമുള്ളൊരു ബോട്ടിൽ, വുഡൻ. ജ്യൂസിൻ്റെ കളർ ഉണ്ടല്ലോ, ഈ ജ്യൂസിൻ്റെ കളർ കാണുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? സ്ട്രോങ് ആയിരിക്കും, പവർഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു 10 ml ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിൽ കൂടെ ഉണ്ട്. 10 ml നല്ല പ്രീമിയം കട്ടിയുള്ള ഗ്ലാസ്. അവിടെയും വുഡൻ ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ക്വാളിറ്റിയിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റി, ഒന്നും പറയാനില്ല. മാറ്റി വയ്ക്കാം. ഇനി നല്ല കട്ടിയുള്ള ഗ്ലാസ്. എനിക്ക് ജ്യൂസിൻ്റെ കളർ ഉണ്ട്. അപ്പോൾ പണ്ട് അക്വാഡിജിയോ അബ്സലു ആണോ ഒരു കളറിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു തടിയുള്ള ക്യാപ്പ്. അർമാനി അക്വാഡിജിയോ അബ്സലു ഡിസ്കണ്ടിന്യൂ ചെയ്തു. അത് ഇതുപോലെ ഒരു ജ്യൂസ് ആയിരുന്നു. ഒരു വുഡൻ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇവിടെയും ഇബ്രാക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പോളിഷ് ചെയ്ത ക്യാപ്പ്, വുഡൻ ക്യാപ്പ്, കൊള്ളാം. ഇനി ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ വരുന്നത് സ്വീറ്റ്, വുഡി, ഫ്രൂട്ടി, വാനില, കാരമൽ, വാം, സ്പൈസി, ഊദ്, ആംബർ. നോട്ടിൽ കൊടുത്തിട്ടുള്ളത് ടോപ്പ് നോട്ടിൽ കോഗ്നക് എന്നാണോ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ, എനിക്ക് അറിയില്ല. റാസ്ബെറി. മിഡിൽ നോട്ടിൽ കാരമൽ, ടോങ്ക ബീൻ. ബേസ് നോട്ടിൽ ഓക്ക്, ഊദ്, വാനില, പ്രലീൻ, ഓക്മോസ്. കിലിയൻ ഏഞ്ചൽസ് ഷെയർ പാരഡൈസിൻ്റെ ഒരു ഇൻസ്പയർഡ് ആണ്. ഇനി ഞാൻ പറയുന്നത് ആദ്യം അടിച്ചപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല, ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു പെർഫ്യൂമായിട്ട് തോന്നി. പക്ഷേ ഈ ഒരു 3-4 മാസത്തെ കാലയളവ് കൊണ്ട് അതൊക്കെ ഒന്ന് മാറി. ഇപ്പോൾ കുട്ടപ്പന ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ആ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു എഫക്റ്റൊക്കെ അങ്ങ് പോയി, ഇപ്പോൾ ഒന്ന് കുറുകി നല്ലപോലെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്തപ്പോഴല്ലോ എനിക്ക് കിട്ടുന്ന മണം നല്ല സ്പ്രെയർ.
ഈ നോട്ടിൽ ഞാൻ ഗ്രീൻ ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നല്ല ഗ്രീൻ ആപ്പിളും ബൂസി ഗ്രീൻ ആപ്പിൾ വിസ്കി അല്ലെങ്കിൽ ലിക്കർ, ഈ പറഞ്ഞ കോക്കനട്ട്, അത് മദ്യമല്ലേ, ഇത് രണ്ടും ചേരുമ്പോൾ ഉള്ളൊരു മണം. ഗ്രീൻ ആപ്പിൾ ഒരു സൈഡിൽ, ഇപ്പുറത്തെ സൈഡിൽ വിസ്കി, ബ്രാൻഡി, ഇതുപോലത്തെ ഒരു ബൂസി സ്മെൽ. ഭയങ്കര ഇപ്പം എനിക്ക് ഈ ഒരു കാലാവസ്ഥയിൽ എന്താണെന്ന് പറയുക, ഈ ബൂസി ഈ മണങ്ങൾ അല്ലെങ്കിൽ ഈ വിസ്കി, ബ്രാൻഡി അതുപോലുള്ള മണങ്ങളോട് ഭയങ്കര ഭ്രമം തോന്നുകയാണ്. കാലാവസ്ഥ ചേഞ്ച് ആകുമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പം എനിക്ക് ഫ്രഷ് പെർഫ്യൂമിനേക്കാൾ കൂടുതൽ ഇതുപോലുള്ള പെർഫ്യൂംസ് ട്രൈ ചെയ്യാനുള്ള ഒരു കൊതി. എനിക്ക് നോർമലി ഞാൻ ഇതിൻ്റെ ഫാനല്ല, പക്ഷെ എങ്കിലും എനിക്ക് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ എനിക്ക് ഈ വിസ്കിയുടെ മണവും ബ്രാൻഡിയുടെ മണവും പിന്നെ സ്കോച്ചിൻ്റെയും ഈ കോക്കനട്ട് ഇതിൻ്റെയൊക്കെ ഒരു മണം ഒരു വല്ലാത്തൊരു താല്പര്യം തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് അവർ ഗ്രീൻ ആപ്പിളിൻ്റെ നോട്ടും റാപ്സ്ബെറി നിങ്ങൾക്കറിയാം, ടോം ഫോർഡ് ടസ്കൻ ലെതറിലൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു നോട്ടാണ് റാപ്സ്ബെറി. ഈ റാപ്സ്ബെറിയും ഗ്രീൻ ആപ്പിൾ പ്ലസ് ഈ ബൂസി വോഡ്ക ഇതൊക്കെ ചേരുമ്പോൾ ഉള്ള ഒരു മണമാണ്. ഒരു സൈഡിൽ നല്ലൊരു ഫ്രൂട്ടി നോട്ട് വരും, ഒരു സൈഡിൽ നല്ലൊരു ബൂസി നല്ല ഒരു കിക്ക് തരുന്ന ഒരു മണം വരും. ഭയങ്കര രണ്ട് ചെറിയ സ്വീറ്റാണിത്, ഒരു സ്വീറ്റ് ഫ്രൂട്ടി ഓപ്പണിംഗ് ആയിട്ട് കിട്ടും. കൂടുതൽ നിങ്ങൾക്ക് വരുന്നത് ഈ ഒരു ബൂസി ഫ്രൂട്ടി സ്മെല്ലായിരിക്കും. ഒപ്പം നല്ല ലെതർ, ഹൈ ക്വാളിറ്റി സ്വീറ്റ് ലെതറിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, അത് സ്വീറ്റ് ലെതർ നോട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനമൺ പട്ടയുടെ ഒരു മണവും, പിന്നെ ടൊബാക്കോ കിട്ടുന്നുണ്ട്. പിന്നെ ഊതൊക്കെ വളരെ ലൈറ്റ് ആയിട്ടേ ഉള്ളൂ, ഊതൊന്നും വലുതായിട്ടില്ല ഇതിനകത്ത്. ഊത് വെറുതെ ജസ്റ്റ് ഒന്ന് ലോങ്ജിവിറ്റി ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഊത് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഡ്രൈഡോണിൽ വരുന്നത് ഈ ഒരു ടൊബാക്കോ പ്ലസ് വാനില, ടൊബാക്കോ സ്മൂത്ത് ആയിട്ടുള്ള ടൊബാക്കോയും നല്ല വാനിലയും ചേരുമ്പോൾ ഒരു മണമാണ് ഡ്രൈഡോണിൽ കിട്ടുന്നത്. ഈ പെർഫ്യൂം വളരെ സ്മൂത്ത് ആണ്, എന്നാൽ കോംപ്ലക്സും ആണ്. ഒരു ഫ്രൂട്ടി, സ്വീറ്റ്, ലെതറി, ബൂസി, ഒരു കിക്ക് തരുന്ന ഒരു മണം, ഭയങ്കര ഒരു സെക്സി അഡിക്റ്റീവ് ആയിട്ടുള്ള സ്മെല്ല്. പ്രത്യേകിച്ച് ഗേൾസിന് ഇതുപോലുള്ള ഒരു മണങ്ങൾ, ഒരു ഇത്തിരി റഫ് ആൻഡ് ടഫായിട്ടുള്ള മണങ്ങൾ ഈ ഒരു സീസണിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഒരു മഴയും തണുപ്പുള്ള സമയത്ത്. എനിക്കിത് ട്രൈ ചെയ്തപ്പോൾ നമ്മുടെ വാക്കിംഗ് ഡെഡ് വെബ് സീരീസിലെ റിക്ക് ഒരു ജാക്കറ്റും ഒരു താടിയൊക്കെ വളർത്തി ഒരു നാച്ചുറൽ ലുക്കിൽ അല്ലെങ്കിൽ റഫ് ആൻഡ് ടഫായിട്ടുള്ള ജാക്കറ്റൊക്കെ ഇട്ട് പുള്ളിക്കാരൻ നല്ല ഷൂസൊക്കെ ഇട്ട് ഇത്തിരി നരച്ചതൊക്കെ ആയിരിക്കും ഒരു ടീമിനെ നയിക്കുന്ന റിക്ക്. വാക്കിംഗ് ഡെഡ് സീരീസ് കണ്ടവർക്ക് അറിയാം റിക്കിന്റെ കഥാപാത്രം. റിക്കിനും ഉണ്ട്, നേഗനും ഉണ്ട്. ഈ രണ്ടുപേർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പെർഫ്യൂം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒട്ടും വർക്കൗട്ടായില്ല. നിങ്ങൾ ഈ വിന്റർ സമയത്ത് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ. ഇത് ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, മാസ്റ്ററേഷൻ ചെയ്തിട്ട് വളരെ പുറത്തെടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്നും തോന്നത്തില്ല. ഇപ്പം നമ്മളിതെല്ലാം കഴിഞ്ഞിട്ടാണ് എടുത്തത്, ഇപ്പം തുറന്നു വിട്ടത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു തണുപ്പ് ഈ സമയത്ത് വൈകുന്നേരങ്ങളിൽ രാത്രി ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കിംഗ് ഡെഡിലെ റിക്ക് അല്ലെങ്കിൽ നേഗൻ അതുപോലുള്ള ഒരു ക്യാരക്ടറൊക്കെ ഉള്ളവർക്ക് പറ്റിയൊരു പെർഫ്യൂമാണ് ഇത്. സ്പൈസി, ലെതർ, ടൊബാക്കോ, ലൈറ്റ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള മണവും അല്പം ഫ്രൂട്ടിനെസ് വരുന്നതും, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പെർഫ്യൂമാണ്. വൈകുന്നേരം രാത്രി ഉപയോഗിക്കുക. ഈ ഒരു DNA ഇഷ്ടപ്പെടുന്നവർക്ക് തലവയ്ക്കാൻ പറ്റിയ ഒരു പെർഫ്യൂം. ഇതിൻ്റെ ലോങ്ജിവിറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ഇബ്രാഹിം അൽഖുറൈഷി ബ്രാക്കിൻ്റെ പെർഫ്യൂംസിനൊക്കെ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനൊക്കെ സ്ട്രോങ് ആണ്. അപ്പോൾ രാത്രി വൈകുന്നേരം ഉപയോഗിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 8 സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ 10 മണിക്കൂറൊക്കെയാണ് ഇതിൻ്റെ ലോങ്ജിവിറ്റി എനിക്ക് കിട്ടിയത്. 3.5 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും സ്ട്രോങ് ആണ്. രാത്രി യൂസ് ചെയ്യുക, വൈകുന്നേരം യൂസ് ചെയ്യുക. യൂണിസെക്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഡാർക്ക് ആൻഡ് കോംപ്ലക്സ് ഗോത്തിക് ശൈലിയിലുള്ള പെർഫ്യൂംസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് മസ്റ്റായിട്ട് ഡീക്കണ്ട് ട്രൈ ചെയ്തിട്ട് വേണം നിങ്ങളത് ട്രൈ ചെയ്യാൻ. എനിക്ക് ഈ ഒരു വിസ്കി, ബ്രാൻഡി, സ്കോച്ച്, റമ്മിൻ്റെ ഒക്കെ കോക്കനറ്റിൻ്റെ ഒക്കെ ഒരു മണം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സ്വീറ്റ്നസ് തരുന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്നു ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ. ഡീക്കൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു വിന്റർ, ഈ ഒരു മഴ സമയത്ത്, മാൺസൂൺ സമയത്ത് രാത്രിയും വൈകുന്നേരം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ വിസ്കി, ബ്രാൻഡി, ബൂസി, ഫ്രൂട്ടി, സ്വീറ്റ്, ഗുർമോണ്ട്, ലെതറി, ടൊബാക്കോ എല്ലാം ചേർന്നൊരു പെർഫ്യൂമാണ് വിൻറ്റേജ് ടൊബാക്കോ. മസ്റ്റായിട്ട് കളക്ട് ചെയ്യുക. ഇത് വാങ്ങാൻ ചിലർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഗ്രൂപ്പിൽ നിന്ന് സാധനം വാങ്ങുക? ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടുന്ന സമയത്ത് പേഴ്സണലി മെസ്സേജ് അയക്കുക, 5 ml 10 ml എന്ന് മെസ്സേജ് അയക്കുക. അപ്പോൾ തന്നെ ഞാനത് ലോക്ക് ചെയ്യും. നിങ്ങൾ കഴിവതും ആ സമയത്ത് തന്നെ ഗൂഗിൾ പേ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് നിങ്ങളത് എനിക്ക് 5 ml 10 ml വേണമെന്ന് പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ GPay ചെയ്യുമ്പോൾ അപ്പോഴേക്കും സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. ഒരു വാക്കിൻ്റെ പുറത്ത് എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എനിക്ക് ഹെൽപ്പ് ആയിരിക്കും. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പോസ്റ്റ് ഇടുന്ന സമയത്ത് പേഴ്സണലി മെസ്സേജ് അയക്കുക, 5 ml അല്ലെങ്കിൽ 10 ml എന്ന് മെസ്സേജ് അയക്കുക. എന്നിട്ട് എനിക്ക് അഡ്രസ്സ് അയക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വാട്സപ്പ് നമ്പരും കമൻറ്റിൽ തൂക്കാം. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഡെഫിനറ്റ് ആയിട്ട് ലെതറി, ബൂസി, ഈ ഒരു വിന്റർ സമയത്ത് നല്ലൊരു രാത്രി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.